ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ചിക്കൻ സൂപ്പ് റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ ചെയ്തിരുന്നത് അതിൻ്റെ സൂപ്പ് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു. ഇന്നിപ്പം വെജിറ്റബിൾസും കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ചിക്കൻ സൂപ്പ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സൂപ്പിനായി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഒണിയൻ, 1-2 സുച്ചിനി, പിന്നെ 2 പൊട്ടാറ്റോ, 2 ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, പിന്നെ കുറച്ച് സെലറിയുടെ ലീഫും സ്റ്റെമ്മും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ വിങ്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ചുവട് കട്ടിയുള്ള പാനിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഗാർലിക്കിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് ഒണിയൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ഒണിയനും വെജിറ്റബിൾസും എല്ലാം തീരെ ചെറുതാക്കാതെ കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ സൂപ്പ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സൂപ്പ് പൗഡറിൽ ഉപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് ആദ്യം ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ആ ഒണിയനൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയുടെ സ്റ്റെമ്മും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും. ഇനി അതൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും സുച്ചിനിയും ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയുടെ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചിക്കൻ സൂപ്പ് ചെയ്ത വീഡിയോയിൽ അതിലെ സൂപ്പ് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു. ഈ സൂപ്പിൽ നമ്മൾ വെജിറ്റബിൾസും ചിക്കനും സൂപ്പും എല്ലാം ഒരുപോലെ സെർവ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചിക്കൻ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.